എന്നാലംബം നീ, എന്നഭയവും നീയല്ലോ. എന്നാനന്ദം നീ, എന്നാശ്വാസം നീ, എന്നാത്മദാഹം നീയല്ലോ. യേശുവേ രക്ഷകാ, നീ എൻ സർവ്വസ്വവും നാഥാ. യേശുവേ രക്ഷകാ, നീ എൻ സർവ്വസ്വവും നാഥാ. എന്നാശ്രയം നീ, എന്നാലംബം നീ, എന്നഭയവും നീയല്ലോ. എന്നാനന്ദം നീ, എന്നാശ്വാസം നീ, എന്നാത്മദാഹം നീയല്ലോ. വഴിയടയുമ്പോൾ പുതുവഴിയായി, വേദനയിൽ നിൻ സാന്ത്വനമായി. വഴിയടയുമ്പോൾ പുതുവഴിയായി, വേദനയിൽ നിൻ സാന്ത്വനമായി. മരുഭൂവിൽ തെളി നീ ഉറവയായി, ഏകാന്തതയിൽ കൂട്ടായി, നീയല്ലാതെ മറ്റാരുമില്ല. യേശുവേ രക്ഷകാ, നീ എൻ സർവ്വസ്വവും നാഥാ. യേശുവേ രക്ഷകാ, നീ എൻ സർവ്വസ്വവും നാഥാ. യേശുവേ രക്ഷകാ, നീ എൻ സർവ്വസ്വവും നാഥാ. യേശുവേ രക്ഷകാ, രക്ഷകാ, നീ എൻ സർവ്വസ്വവും നാഥാ. യേശുവേ രക്ഷകാ, നീ എൻ സർവ്വസ്വവും നാഥാ. രക്ഷകനായ യേശുവിൻ്റെ സന്നിധിയിൽ സർവസ്വവും നമുക്ക് സമർപ്പിക്കാം. നമ്മെ അനുഗ്രഹിക്കുവാനും നമ്മുടെ പ്രാർത്ഥന കേൾക്കുവാനും നമ്മളെ സുഖപ്പെടുത്തുവാനും ഈശോ ഇതാ നമ്മുടെ മുമ്പിൽ കടന്നു വന്നിരിക്കുന്നു. ഈ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം. യേശുവേ, നീ എൻ്റെ സർവസ്വവുമാണെന്ന് ഹൃദയപൂർവ്വം ഈശോയോട് ഏറ്റു പറയാം. ഈശോയെ, നീ എൻ്റെ സർവസ്വവുമാണ്, നീ എല്ലാറ്റിനും മതിയായവനാണ്. നിനക്കെന്നെ സുഖപ്പെടുത്താൻ സാധിക്കും. നീ എൻ്റെ പ്രാർത്ഥന കേൾക്കും, നീ എൻ്റെ നിലവിളി കേൾക്കും. ഞാൻ വിശ്വസിക്കുന്നു. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നാം വായിക്കുന്നു, എസക്കിയ രോഗബാധിതനായി. യെശയ്യാ പ്രവാചകൻ എസക്കിയ രാജാവിൻ്റെ അടുക്കിലേക്ക് കടന്നു എന്ന് പറഞ്ഞു, വീട്ടുകാര്യങ്ങളൊക്കെ ക്രമപ്പെടുത്തുക, നീ മരിക്കും. എസക്കിയ മുഖം ചുവരിലേക്ക് തിരിച്ച് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ യെശയ്യാ കൊട്ടാരത്തിൻ്റെ അങ്കണം വിടുന്നതിന് മുമ്പ് തന്നെ മറ്റൊരു പ്രവചനമുണ്ടായി. നീ ചെല്ലുക, അവരോട് പറയുക, ഞാൻ നിന്റെ കണ്ണീർ കാണുകയും നിന്റെ പ്രാർത്ഥന കേൾക്കുകയും നിന്നെ സുഖപ്പെടുത്തുകയും ചെയ്യും. അതെ, നമ്മുടെ കണ്ണീർ കാണുന്ന കർത്താവ് ഇതാ ഈ അൾത്താരയിൽ. നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന കർത്താവ് ഇതാ നമ്മുടെ മുമ്പിൽ. നമ്മളെ സുഖപ്പെടുത്തുന്ന കർത്താവ് ഇതാ നമ്മുടെ അടുക്കൽ. ആ ഈശോയിലേക്ക് എല്ലാം കൊടുക്കാം. നമുക്ക് ഈ ലോകത്തെ പൂർണ്ണമായി നമുക്ക് സമർപ്പിക്കാം.
കൊറോണ വൈറസിൻ്റെ പിടിയിൽ അമർന്നിരിക്കുന്ന ലോകരാജ്യങ്ങളെ ഈ സമയം നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ച് നമ്മുടെ മാതൃരാജ്യത്തെ പ്രത്യേകമായി നമുക്ക് സമർപ്പിക്കാം. കർത്താവേ, അനേകര് സങ്കടങ്ങളിലൂടെയും കണ്ണുനീരിലൂടെയും കടന്നു പോകുന്നു. അനേകർ പ്രതീക്ഷ നഷ്ടപ്പെട്ട് കടന്നു പോകുന്നു. പ്രത്യാശയില്ലാത്തവരായി കടന്നു പോകുന്നു. എല്ലാവരെയും തിരുസന്നിധിയിലേക്ക് ഉയർത്തുവാനായി ഞാനിതാ നിന്റെ മുമ്പിൽ കടന്നു വന്നിരിക്കുന്നു. കർത്താവേ, ഈ സമയം നീ ഞങ്ങളുടെ കണ്ണീർ കാണണമേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, ഞങ്ങളെ സുഖപ്പെടുത്തണമേ എന്ന് തീക്ഷ്ണതയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ പക്കലേക്ക് സർവസ്വവും കൊടുത്തുകൊണ്ട് നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും യാചനകളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും പ്രതീക്ഷകളും എല്ലാം സമർപ്പിച്ചുകൊണ്ട് നമ്മളെ അനുഗ്രഹിക്കാൻ കാത്തിരിക്കുന്ന കർത്താവിൻ്റെ മുമ്പിൽ നമുക്കൊന്ന് ചേർന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നീ ഞങ്ങളെ അനുഗ്രഹിക്കുന്ന കർത്താവാണ്. നീ ഞങ്ങളെ രക്ഷിക്കുന്ന ദൈവമാണ്. നീ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നവനാണ്. ഞങ്ങളുടെ കണ്ണുനീർ കാണുന്നവനാണ്. ഞങ്ങളെ സുഖപ്പെടുത്തുന്നവനാണ്. ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ, ഞങ്ങൾ ഏറ്റുപറയുന്ന കർത്താവേ, നീ രക്ഷകനാണെന്ന് ഏറ്റുപറയുന്നു. നീ ഞങ്ങളുടെ ദൈവമാണെന്ന് ഏറ്റുപറയുന്നു. നീ ഞങ്ങളുടെ സർവസ്വമാണെന്ന് ഏറ്റുപറയുന്നു. ഹല്ലേലൂയ, 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 ഗ്ലോറി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വർഗ്ഗം വിട്ടിറങ്ങി വന്ന് ഞങ്ങളെ സുഖപ്പെടുത്തുന്ന കർത്താവേ, ഞങ്ങളെ ആരാധിക്കുന്നു. ഞങ്ങളുടെ നിലവിളി കേൾക്കുന്നവനെ ഞങ്ങളെ ആരാധിക്കുന്നു. ഞങ്ങളുടെ കണ്ണീർ കാണുന്നവനെ ഞങ്ങളെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ശഹരദല, മഹരദല, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ശലല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 ല
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ, ഈശോ, ഈശോ. യേശുനാഥാ നീ എൻ ദൈവം, യേശുനാഥാ നീ എൻ ആശ്രയം, യേശുനാഥാ നീ എൻ ശൈലവും എൻ്റെ കോട്ടയും നീ മാത്രമേ. യേശുനാഥാ നീ എൻ ദൈവം, യേശുനാഥാ നീ എൻ ആശ്രയം, യേശുനാഥാ നീ എൻ ശൈലവും എൻ്റെ കോട്ടയും നീ മാത്രമേ. യേശുനാഥാ നീ എൻ ദൈവം, യേശുനാഥാ നീ എൻ ആശ്രയം, യേശുനാഥാ നീ എൻ ശൈലവും എൻ്റെ കോട്ടയും നീ മാത്രമേ. യേശുവേ, അവിടുന്ന് മാത്രമാണ് ഞങ്ങളുടെ ഏക ആശ്രയം. കർത്താവെ, അങ്ങല്ലാതെ ഞങ്ങൾക്ക് ആരുമില്ല കർത്താവെ ആശ്രയിക്കാൻ. ഈ ലോകത്തിലുള്ള എല്ലാ ബന്ധങ്ങളും സ്വാധീനങ്ങളും സമ്പത്തും എല്ലാം നിർജീവമാണ് കർത്താവെ. ഈ കാലങ്ങളിൽ, ഈ പ്രതിസന്ധിയുടെ കാലഘട്ടങ്ങളിൽ, ദൈവമേ, മഹാമാരിയുടെ ഈ ദിനങ്ങളിൽ അങ്ങല്ലാത്ത മറ്റെല്ലാം നിഷ്ഫലമായി തീർന്നിരിക്കുന്നു ദൈവമേ. ഞങ്ങൾക്കുള്ള സമ്പത്ത് കൊണ്ടൊരു പ്രയോജനവുമില്ലാതായി തീർന്നിരിക്കുന്നു. ഞങ്ങളുടെ ബന്ധങ്ങളെല്ലാം നിഷ്ഫലമായി തീർന്നിരിക്കുന്നു. ഞങ്ങളുടെ ആരോഗ്യം അത് ഏത് സമയത്തും നഷ്ടപ്പെടുന്ന വിധത്തിലായിരിക്കുന്നു. കർത്താവേ, ഈ ലോകത്തിൻ്റെതായതെല്ലാം വെറും നൈമിഷികമാണ് എന്ന വലിയ തിരിച്ചറിവിലാണ് കർത്താവേ ഈ നാളുകൾ ഞങ്ങൾ ഓരോരുത്തരും. ഈശോയെ, അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ ഏക ആശ്രയം. ഈശോയെ, ഈ നാളുകളിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ ഒത്തിരി വേദനിക്കുന്ന ദൈവമേ. കഴിഞ്ഞ 2 വർഷങ്ങളായി അവരുടെ വിദ്യാഭ്യാസം ദൈവമേ വലിയ ഞെരുക്കത്തിൽ, പ്രതിസന്ധിയിലാണ്.
സ്കൂളിലും കോളേജിലുമൊക്കെ പോയി പഠിക്കാൻ അവർക്ക് കഴിയുന്നില്ല. ദൈവമേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പഠനം അതെല്ലാ തരത്തിലും തകർന്നു പോയിരിക്കുന്നു. വിദ്യാഭ്യാസത്തിൻ്റെ ആ ഒരു സംസ്കാരം തന്നെ അവരുടെ ജീവിതത്തിൽ നിന്ന് ചോർന്നു പോയിരിക്കുന്നു. പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും സാഹചര്യമില്ലാത്ത അവസ്ഥകൾ. കർത്താവേ, അനേകം യുവതി യുവാക്കൾ അവരുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി ആഗ്രഹിച്ച് ഇരിക്കുന്ന സമയത്ത് ഈ മഹാമാരി മൂലം അതെല്ലാം തടസ്സപ്പെട്ടിരിക്കുക. കർത്താവേ, വലിയ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമായിരുന്ന കുഞ്ഞുങ്ങൾ ഇന്ന് വലിയ നിരാശയിൽ കിടക്കുകയാണ്. എൻ്റെ ഭാവി എന്തായിത്തീരും? എൻ്റെ ജീവിതം എന്തായിത്തീരും? ഇങ്ങനെ പോയാൽ എൻ്റെ ഭാവി സുരക്ഷിതമായിരിക്കുകയില്ലല്ലോ എന്നോർത്ത് വേദനിക്കുന്ന, വിലപിക്കുന്ന മക്കള്, യുവതി യുവാക്കള്. ദൈവമേ, പലരും ആ നിരാശ മൂലം മദ്യത്തിനും മയക്കുമരുന്നിനും വലിയ തകർച്ചയിലേക്കും അവർ കടന്നു പോയിരിക്കുന്നു. ദൈവമേ, ഒരാത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിക്കുന്ന യുവതി യുവാക്കൾ ഞങ്ങളുടെ ചുറ്റിലുമുണ്ട്. വിവാഹത്തിന് വേണ്ടി ഒരുങ്ങിയിരുന്ന അനേകം കുഞ്ഞുങ്ങൾ അത് നടക്കാൻ വയ്യാതെ വിഷമിക്കുന്നു. ദൈവമേ, അനേകം മാതാപിതാക്കളുടെ വലിയ ഭാരമായി തീർന്നിരിക്കുന്നു അനേകം കുഞ്ഞുങ്ങളുടെ ഭാവി. ദൈവമേ, ഞങ്ങളുടെ യുവതി യുവാക്കളോട്, ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് കരുണ തോന്നണമേ എന്ന് ഈ സമയം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിൽ ആശ്രയിക്കുന്നവർ അവർ ശക്തി പ്രാപിക്കുമെന്നാണല്ലോ അങ്ങയുടെ വചനം പറയുന്നത്. ദൈവമേ, അങ്ങയിൽ ഞങ്ങൾ പൂർണ്ണമായി ആശ്രയിക്കുകയും മറ്റൊന്നിലും ഞങ്ങൾക്ക് ആശ്രയിക്കാൻ ഇല്ല. ദൈവമേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവി അങ്ങയുടെ കരങ്ങളിൽ സുരക്ഷിതമാണ്. ഞങ്ങളുടെ യുവതി യുവാക്കളുടെ ഭാവി അങ്ങയുടെ കരങ്ങളിൽ സുരക്ഷിതമാണ്. ദൈവമേ, ഈ ഒരു വിശ്വാസത്തിലേക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെയും ഞങ്ങളുടെ യുവതി യുവാക്കളെ നയിക്കണമേ എന്ന് ഞങ്ങൾ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. തകർന്ന അവരുടെ ഹൃദയത്തെ അവിടെ നിന്ന് തൊടണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. തമ്പുരാനെ, ഈശോയെ, ചുറ്റുപാട് അവർ നോക്കുന്നു. അവരുടെ കൂട്ടുകാരിലേക്ക് അവർ നോക്കുന്നു, അവരുടെ അധികാരികളിലേക്ക് നോക്കുന്നു, അധ്യാപകരിലേക്ക് നോക്കുന്നു, സാഹചര്യങ്ങളിലേക്ക് നോക്കുന്നു. ഒരിടത്തും ഒരു പ്രത്യാശയുടെ ഒരു കണിക പോലും അവർക്ക് കാണാൻ കഴിയുന്നില്ല. എന്നാൽ എൻ്റെ ദൈവമേ, അങ്ങയുടെ മുഖത്തേക്കാണല്ലോ അവർ നോക്കേണ്ടത്. കർത്താവേ, അങ്ങയുടെ മുഖത്തിൽ നിന്ന് ഉതിരുന്ന ആ പ്രകാശത്തിലേക്കാണല്ലോ അവർ നോക്കേണ്ടത്. ഈശോയെ, അങ്ങ് അവരുടെ മേൽ കരുണ കാണിക്കണമേ. ഞങ്ങളുടെ തലമുറയെ അവിടുന്ന് വീണ്ടെടുക്കണമേ. ഞങ്ങളുടെ നാളെയാണല്ലോ അവര്, ഈ ലോകത്തിന്റെ നാളെയാണല്ലോ അവര്. കർത്താവെ, അവർക്ക് വേണ്ടി ഞങ്ങൾ കരുണയോ ഏറ്റവും വേദനയോടെ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, സമയം അങ്ങയുടെ കരമുയർത്തി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ആശീർവദിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഭാവി ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഉള്ളിൽ നിരാശയുടെ കെട്ടുകൾ അഴിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ, അവിടുന്ന് അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളിലേക്ക് അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യാശ ഈ കാലഘട്ടത്തെ തരണം ചെയ്യാൻ, നാളെ എൻ്റെ കർത്താവിലൂടെ എൻ്റെ ഭാവി സുരക്ഷിതമാണെന്ന് ചിന്തിക്കാൻ, അപ്രകാരം വിശ്വസിക്കാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്ന് ചേർന്ന് ഞങ്ങൾ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. എല്ലാ യുവതി യുവാക്കളോട് ചേർന്ന് സ്തുതിക്കുന്നു. എല്ലാ കുഞ്ഞുങ്ങളോട് ചേർന്ന് അങ്ങേ സ്തുതിക്കുന്നു. എല്ലാ വേദനിക്കുന്ന മാതാപിതാക്കളോട് ചേർന്ന് അങ്ങേ സ്തുതിക്കുന്നു. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, നീ മാത്രമേ പ്രത്യാശ, നീ മാത്രമേ ആശ്രയം, നീ മാത്രമേ. അതെ കർത്താവേ, നീ മാത്രമേ ഉള്ളൂ. പ്രത്യാശ, നീ മാത്രമേ. ഓ തമ്പുരാനെ, ആശ്രയം, നീ മാത്രമേ. പ്രത്യാശ, നീ മാത്രമേ. ആശ്രയം, നീ മാത്രമേ. പ്രത്യാശ, നീ മാത്രമേ. കർത്താവേ, ഈ മഹാമാരിയുടെ അതിരൂക്ഷമായ വ്യാപനത്തിൻ്റെ ഇടയിൽ എത്രയോ ജീവിതങ്ങൾ അവരുടെ തൊഴിൽ നഷ്ടപ്പെട്ട് ദുഃഖിതരാകുന്നത്
ഞങ്ങൾ കാണുന്നു. എത്രയോ പേര് ജോലിയിൽ പ്രവേശിക്കുവാൻ ആഗ്രഹിച്ചിട്ടും പ്രവേശിക്കാൻ സാധിക്കാത്ത തരത്തിൽ വലിയ വിഷമങ്ങളിലൂടെ കടന്നു പോകുന്നു. അനേകർ വിദേശങ്ങളിൽ നിന്നും തിരിച്ചു വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ പോകാമെന്നുള്ള പ്രതീക്ഷയിൽ കാത്തിരുന്നിട്ടും പോകാൻ കഴിയാത്ത അനേക ജീവിതങ്ങൾ ഞങ്ങളുടെ ചുറ്റുപാടിലുമുണ്ട്. കർത്താവേ, തൊഴിൽ നഷ്ടപ്പെട്ടത് മൂലം സാമ്പത്തികമായ പരാധീനതയിലൂടെ, വലിയ കടബാധ്യതയിലൂടെ, വലിയ ഭാരത്തിലൂടെ കടന്നു പോകുന്ന അനേകായിരങ്ങളെ ഈ ദിവ്യകാരുണ്യത്തിന് മുമ്പിലേക്ക് ഞങ്ങൾ ചേർത്ത് വെക്കുന്നു. ഈശോയെ, നിൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് ധാരാളമായിട്ട് നൽകാൻ കഴിവുള്ള നിൻ്റെ പക്കലേക്ക് ഞങ്ങളുടെ മനസ്സ് ഞങ്ങൾ ഉയർത്തുന്നു. കർത്താവേ, എവിടെയും ഞങ്ങൾക്ക് ആശ്രയിക്കുവാനായിട്ടില്ല. അവിടുത്തേക്ക് മാത്രമേ ഞങ്ങളെ രക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഞങ്ങൾ ഏറ്റുപറയുന്നു. സാമ്പത്തികമായി തകർന്നുകൊണ്ടിരിക്കുന്ന ലോകരാജ്യങ്ങളെ ഞങ്ങൾ സമർപ്പിക്കുന്നു. പട്ടിണിയിലും ദാരിദ്ര്യത്തിലേക്കും കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ലോകരാജ്യങ്ങളെ നിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയെ, നിൻ്റെ വലിയ കൃപയും നിൻ്റെ വലിയ സമ്പന്നതയും എല്ലാവരിലും നിറയ്ക്കുവാനായിട്ട് നീ കരുണയേകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിൻ്റെ കരുണ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രാജ്യത്തിൻ്റെ സാമ്പത്തിക മേഖലയുടെ മേൽ, വ്യക്തികളുടെ സാമ്പത്തിക മേഖലയുടെ മേൽ കർത്താവേ, നിന്റെ വലിയ കൃപയൊഴുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വലിയ സമ്പന്നത നൽകിക്കൊണ്ട് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, തൊഴിൽ നഷ്ടപ്പെട്ട അനേക ജീവിതങ്ങളെ അനുഗ്രഹിക്കുവാനായിട്ട് സ്വർഗത്തിന്റെ വഴികൾ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിന്റെ കവാടങ്ങൾ ഈ സമയം തന്നെ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിന്റെ കവാടങ്ങൾ അവർക്ക് നേരെ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വഴിയടഞ്ഞിരിക്കുന്നവരുടെ മാർഗങ്ങളെ തുറന്നു കൊടുക്കുവാൻ കർത്താവേ, നീ കരുണയേകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ തൊഴിൽ നഷ്ടപ്പെട്ട ജീവിതങ്ങളെയും അവിടെ നിരാശകളെയും നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രതീക്ഷ നൽകി അവരെ അനുഗ്രഹിക്കണമേ. പ്രത്യാശ നൽകി അവരെ അനുഗ്രഹിക്കണമേ. പ്രതീക്ഷയിലേക്ക് അവരെ കൈപിടിച്ചുയർത്തണമേ. പ്രത്യാശയിലേക്ക് അവരെ നയിക്കണമേ. കർത്താവേ, ഈ സമയം അവരെ ഓരോരുത്തരെയും തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് കർത്താവേ, നീ അനുഗ്രഹങ്ങൾ ചൊരിയുന്നത് കണ്ടുകൊണ്ട്, മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് ധാരാളമായിട്ട് വർഷിക്കുന്നതിനെ കണ്ടുകൊണ്ട്, ഞങ്ങളുടെ രാജ്യത്തെ ഉയർത്തെഴുന്നേൽക്കുവാനായിട്ട് അവിടുന്ന് കൃപ നൽകുന്നതിനെ കണ്ടുകൊണ്ട് ഞങ്ങളെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Hallelujah, 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 hallelujah. Glory, 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 glory. Hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. സ്വർഗ്ഗകവാടം തുറന്നു നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ. 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 അനേക സ്ഥാപനങ്ങൾ ഈ നാളുകളിൽ അടച്ചു പൂട്ടപ്പെട്ടിട്ടുണ്ട്. അവിടെയുള്ള അനേകർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുമൂലം വിഷമിക്കുന്ന കുടുംബങ്ങളെ പ്രത്യേകമായിട്ട് നമുക്ക് സമർപ്പിക്കാം. ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളിലേക്കും കർത്താവിൻ്റെ വലിയ കൃപകൾ ഒഴുകുവാൻ, അനുഗ്രഹങ്ങൾ ഒഴുകുവാൻ സ്വർഗവാടം കുടുംബങ്ങളുടെ മേൽ തുറക്കണമേ എന്ന്, കുടുംബങ്ങളുടെ നേരെ തുറക്കണമേ എന്ന് ആഗ്രഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗകവാടം തുറന്നു നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ. സ്വർഗ്ഗകവാടം തുറന്നു നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ. ദൈവമേ, സ്വർഗകവാടം തുറന്ന് നിന്റെ ജനത്തോട് നീ കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗകവാടം തുറന്ന് നിന്റെ ജനത്തെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ലോകം മുഴുവൻ വലിയ ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്നു. എല്ലാ ഇടങ്ങളിലും നിരാശയുടെ ചിത്രങ്ങളും ഞങ്ങൾ കാണുമ്പോൾ ഇനി എന്തുണ്ട് പ്രത്യാശിക്കാൻ? ഇനി ആരിലാണ് വിശ്വാസം അർപ്പിക്കേണ്ടത്? എന്തിലാണ് ഞങ്ങൾ ആശ്രയിക്കേണ്ടതെന്ന് ലോകം മുഴുവൻ ചോദ്യങ്ങൾ ഉയർത്തുമ്പോൾ, കർത്താവേ,
അങ്ങാണ് ഞങ്ങളുടെ ഏക ആശ്രയമെന്ന് പറയാനുള്ള വലിയ വിശ്വാസത്തിൻ്റെ വരം ദൈവമേ നിൻ്റെ ജനത്തിന് നീ നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സാഹചര്യങ്ങളിലേക്ക് ഞങ്ങൾ നോക്കുമ്പോൾ, ഞങ്ങളുടെ ചുറ്റുപാടുകളിലേക്ക് നോക്കുമ്പോൾ നിരാശ ഞങ്ങളുടെ ഹൃദയത്തെ ഭരിക്കാൻ കടന്നു വരുമ്പോൾ, ദൈവമേ അതിനെതിരെ ദൈവാശ്രയത്വത്തിൻ്റെ ആ വലിയ കോട്ട ഉയർത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ അങ്ങയിൽ ആശ്രയിക്കുന്നവരാരും ഭഗ്നാശരാവുകയില്ല എന്ന വചനം ദൈവമേ ഈ സമയം ഞങ്ങൾ ഓർക്കുകയാണ്. ദൈവമേ അങ്ങയിൽ ഞങ്ങൾ പൂർണ്ണമായി ആശ്രയിക്കുന്നു. ദൈവമേ നാളുകളിൽ അനേകം കുടുംബങ്ങൾ വലിയ നിരാശയിലൂടെ കടന്നു പോവുകയാണ്. ഈശോയെ, രോഗാവസ്ഥ മൂലം ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്ന അനേകം കുടുംബങ്ങൾ, രോഗത്തിൻ്റെ ഭീകരത നടമാടിയത് മൂലം മരണം മൂലം വേർപെട്ടു പോയ കുടുംബനാഥന്മാർ, അമ്മമാർ, കുഞ്ഞുങ്ങൾ, ദൈവമേ ഇങ്ങനെ മരണം വേട്ടയാടി അനേകം കുടുംബങ്ങൾ ഈ നാളുകളിൽ വലിയ കണ്ണുനീരിലൂടെ കടന്നു പോകുന്നു. ഇതുപോലെ തന്നെ കർത്താവെ, കുഞ്ഞുങ്ങളുടെ ഭാവി നഷ്ടപ്പെട്ടതുമൂലം വേദനിക്കുന്ന അനേകം കുടുംബങ്ങൾ, സമ്പത്തിൻ്റെ വഴികൾ അടഞ്ഞതു പോയത് കൊണ്ട് വേദനിക്കുന്ന കുടുംബങ്ങൾ, കർത്താവെ ഇങ്ങനെ വിവിധ കാരണങ്ങളാൽ ഈ മഹാമാരിയുടെ വലിയ തകർച്ച കടന്നു വന്ന എല്ലാ കുടുംബങ്ങളെ സമയം ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കുകയും ഈശോയെ കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബങ്ങളുടെ മേൽ കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അങ്ങയുടെ തുളയ്ക്കപ്പെട്ട കരമുയർത്തിക്കൊണ്ട് സകല കുടുംബങ്ങളെയും എല്ലാ കുടുംബാംഗങ്ങളെയും അവിടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന എല്ലാ നിരാശയുടെ ചിന്തകളെയും എടുത്തു മാറ്റിക്കൊണ്ട് അവരെ ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ, 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 ഈശോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ കരുണ തോന്നണമേ, എല്ലാ കുടുംബങ്ങളോട് കരുണ തോന്നണമേ, കുടുംബാംഗങ്ങളെ വിശുദ്ധീകരിക്കണമേ, കുടുംബത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അന്ധകാരങ്ങളെ നിർവീര്യമാക്കണമേ, നിരാശയുടെ പടുകുഴിയിൽ നിന്ന് എല്ലാ കുടുംബാംഗങ്ങളെ വീണ്ടെടുക്കണമേ, മാതാപിതാക്കളെ വീണ്ടെടുക്കണമേ, കുഞ്ഞുങ്ങളെ വീണ്ടെടുക്കണമേ. പ്രത്യാശയാൽ എല്ലാ കുടുംബങ്ങളും നിറയട്ടെ, സമാധാനത്താൽ കുടുംബങ്ങൾ നിറയട്ടെ, ആനന്ദത്താൽ കുടുംബങ്ങൾ നിറയട്ടെ. യേശുവേ, അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യം കൊണ്ട് എല്ലാ കുടുംബങ്ങളെ നിറയ്ക്കണമേ, വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ക്രൂശിതനേ ഈശോ, കാരുണ്യം തൂകണമേ. ഓ ഈശോ, കരുണാമയനേ ഈശോ, ക്രൂശിതനേ ഈശോ. കാരുണ്യം തൂകണമേ. എളിമയോടെ നമ്മളെ തന്നെ ദിവ്യകാരുണ്യ ആശീർവാദത്തിന് വേണ്ടി സമയം നമുക്ക് സമർപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, കാൽവരിയിലെ ആ മലമുകളിൽ ഈശോ 3 ആണികളിൽ കുരിശിൽ ഉയർത്തപ്പെട്ടപ്പോൾ ലോകത്തിൻ്റെ മേലുള്ള പാപത്തിൻ്റെ ഭരണം അവിടെ അവസാനിക്കുകയായിരുന്നല്ലോ. ലോകത്തിൻ്റെ മേലുള്ള മരണത്തിൻ്റെ ഭരണം അവസാനിക്കുകയായിരുന്നല്ലോ. ഈ സമയം ഇവിടെ വൈദികൻ നമ്മളെ ആശീർവദിക്കുമ്പോൾ കർത്താവ് നമ്മളെയും ഈ സമയം അനുഗ്രഹിക്കും. നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും ഈ ലോകം മുഴുവനെ തന്നെ അവിടുന്ന് ആശീർവദിക്കും. മരണത്തിൻ്റെ ചങ്ങലകളെ ഈ സമയം അവൻ പൊട്ടിച്ചെറിയും. രോഗത്തിൻ്റെ വ്യാപനത്തെ ഈശോ അവൻ്റെ മുറിവേറ്റ കരത്തിനാൽ ഈ സമയം ബന്ധിച്ച് നിർവീര്യമാക്കും. ലോകം മുഴുവനെയും സഭ മുഴുവനെയും ഈ സമയം അവൻ ആശീർവദിക്കും. വിശ്വാസത്തോടെ ഈ ഗാനത്തോട് ചേർന്ന് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുവാൻ നമുക്ക് ഒരുങ്ങാം. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്തിനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതപ്പം നീ, നിത്യമഹോന്നതപ്പം നീ. മാനവരേ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ, ദൈവ
നൽകുമൊരപ്പം നീ മർത്തിനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതപ്പം നീ നിത്യമഹോന്നതപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ നിർമ്മലരാജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി. യേശുനാഥാ നീ ദൈവം, യേശുനാഥാ നീ എന്നാശ്രയം, യേശുനാഥാ നീ എൻ ശൈലവും എൻ്റെ കോട്ടയും നീ മാത്രമേ. യേശുനാഥാ നീ എൻ ദൈവം, യേശുനാഥാ നീ എന്നാശ്രയം, യേശുനാഥാ നീ എൻ ശൈലവും എൻ്റെ കോട്ടയും നീ മാത്രമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശ്വരയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ട പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശ്വരയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ലോകം മുഴുവനെയും അനുഗ്രഹിച്ച നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശ്വരയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.